ഹായ് ഓൾ, ഇന്ന് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിലെ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ഗ്രോത്തിന് ആരെങ്കിലും തടസ്സമായി നിൽപ്പുണ്ടോ, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി ആരെങ്കിലും നിൽപ്പുണ്ടോ, മുന്നോട്ടുള്ള യാത്ര സുഗമമാണോ, അതോ ആ യാത്രയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ളൊരു റീഡിങ്ങാണ്. അപ്പം എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ എനർജി കൊണ്ടുവരിക. അപ്പം നിങ്ങളുടെ അതുമായിട്ട് മാച്ചാകും, റീഡിങ്ങുമായിട്ട് മാച്ചാവുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആർക്ക് വേണേലും കാണാം. ഇതൊരു ടൈംലെസ് വീഡിയോ റീഡിങ്ങാണ്. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണേലും കാണാം. പിന്നെ സൗണ്ടൊക്കെ ചിലപ്പോൾ കുറവൊക്കെ ആയിട്ട് വരും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ അമിതമായ സൗണ്ടൊന്നും വെക്കാനൊന്നും ഒക്കത്തില്ല. ഫോണിനകത്ത് പറ്റുന്ന രീതിയിലേ നമുക്ക് സംസാരിക്കാനൊക്കത്തുള്ളൂ. ഇത് റീഡിംഗ് അല്ലേ, അപ്പോൾ ഒരുപാട് സൗണ്ട് വെച്ച് നമുക്ക് സംസാരിക്കാനൊക്കെ നോർമലി സംസാരിക്കുന്ന പോലെ സംസാരിക്കാനൊക്കത്തുള്ളൂ. പിന്നെ അതുതന്നെ നമ്മുടെ എനർജി എടുത്തൊക്കെയാണ് നമ്മുടെ ഇൻഡ്യൂഷനിൽ വരുന്ന കാര്യങ്ങളാണ് കൂടുതലും കാർഡുമായിട്ട് മാച്ചായി വന്ന് നമ്മൾ റെഡി ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റേതായ പോരായ്മകളൊക്കെ വരും. അപ്പം അതൊക്കെ ക്ഷമിക്കുക. സൗണ്ടൊക്കെ എനിക്ക് അത്രയൊക്കെ ഉള്ളു. ഒത്തിരി സൗണ്ട് വെച്ച് നമുക്ക് റീഡ് ചെയ്യാനൊക്കത്തില്ലല്ലോ. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എൻ്റെ വോയിസ് ക്ലിയർ ആക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ കരിയറിലെ ഗ്രോത്ത് എന്തെല്ലാമാണ്. ഇതാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ദി ഫോൾ കാർഡാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലോ, എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലോ, നിങ്ങൾ ഒത്തിരി അതിനങ്ങ് ഇത് കൊടുക്കണ്ട. അതിനകത്തോട്ട് ഒത്തിരി നിങ്ങൾ കയറി ആ ഒരു ഫീലിങ്സ്, ആ വിഷമത്തിലൊക്കെ നിങ്ങൾ ഒത്തിരി അങ്ങ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ എനർജി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്തും വരട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വന്നാലും ഞാൻ നേരിടുക തന്നെ ചെയ്യും എന്നൊരു മൈൻഡിൽ നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഗ്രോത്ത് വരും. നിങ്ങൾക്കതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഈ കാർഡിനകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ അതിനുള്ള നിങ്ങൾക്ക് സൈഡായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ഈശ്വരൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണുന്നതാണ്. നിങ്ങൾ അതിനെയെല്ലാം നേരിടുക, അല്ലാതെ ഒളിച്ചോടി. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഒളിച്ചോടി നടക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത്
അങ്ങനെ പാടില്ല. അതിനെല്ലാം നേരിടാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ അതിനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള വീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. പല നഷ്ടങ്ങൾ, പല കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാലും ആ ഒരു ഈശ്വരൻ്റെ ഒരു കൈ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ പ്രതിസന്ധികളിലെല്ലാം ആ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് തരുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പം പലതരത്തിലുള്ള ഇമോഷൻസുകൾ വരാറുണ്ട്. നിങ്ങളുടെ പ്രണയമാണെങ്കിലും, നിങ്ങളുടെ കരിയറിലെ ഓരോ പ്രശ്നങ്ങളാണ്, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇതെല്ലാം ഓരോ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അറിയാനും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഗ്രോത്ത് ഉണ്ടാകാനും വേണ്ടിയാണ് കുറച്ച് താഴ്ചകളൊക്കെ വരുന്നത്. താഴ്ച ഉയർച്ചകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെന്നാണ് ഈ ഒരു കാർഡിനകത്ത് കാണുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസുകൾ, പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തൊഴിലായാലും കരിയറിലെ പല കാര്യങ്ങളിലും നിങ്ങളുടെ പലതരത്തിലുള്ള ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയം, അതുപോലെ നിങ്ങളുടെ സാമ്പത്തികമായ കുറേ ഒരവസ്ഥകൾ, സാമ്പത്തികമായുള്ള ദുഃഖങ്ങൾ, ജീവിതത്തിൽ അല്ലെ കുടുംബജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും. ആ ഒരു പ്രതിസന്ധികളെല്ലാം നിങ്ങൾ മുന്നോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ആ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തെ നിങ്ങൾ മുൻകണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അത് ഞാൻ എന്ത് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും ഞാനത് നേടിയെടുക്കുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലൂടെ നിങ്ങൾ പോവുക. അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങളതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സ്ട്രെങ്തും ഉണ്ട്, നിങ്ങൾക്കെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്കുള്ള അറിവുകളുണ്ട്. വളരെയധികം ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ കാണുന്ന ആൾക്കാർ വളരെയധികം നല്ല സ്ട്രെങ്തായുള്ളൊരു വ്യക്തിയാണ്. നല്ല ഉറച്ച തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. തൻ്റെ ലക്ഷ്യം സാധിച്ചെടുക്കും. താൻ ആഗ്രഹിക്കുന്ന എന്ത് ജോലിയാണെങ്കിലും. അതുപോലെ തന്നെ ഈ കാണുന്ന ആൾക്കാർ ഒരു നേവി ജോലിയുള്ള ആൾക്കാർ, അങ്ങനെ അതുപോലെ തന്നെ ഈ പോലീസ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൂടാണ്, അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അങ്ങനെയുള്ള ഒരു ജോലിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഉണ്ടെന്നാണ് കാണുന്നത്. അല്ലെ അങ്ങനെയുള്ളൊരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി എതിരാളികളുണ്ടെന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു ഇതിൽ. കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, സംഘർഷങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ വരാൻ പോകുന്നുണ്ട്. പല പ്രതിസന്ധികളും. കാരണം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ കാണുമ്പോൾ അസൂയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെയുള്ള ഒരു ചെറിയ ഓരോ സംഘർഷങ്ങളൊക്കെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെ വീടുകളിലായാലും അല്ലെ ഫ്രണ്ട്സ് തമ്മിലായാലും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടെന്നാണ് കാണുന്നത്. കാരണം ഒരാൾ ഉയരുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു ഇതാണ്. കാരണം അവർ നല്ലതായിട്ട് പോയി കഴിഞ്ഞാലോ എന്നൊക്കെയുള്ള ഒരു കുശുമ്പ്, ഒരു അസൂയ എന്നൊക്കെയുള്ള ഒരു ഭാവമാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് അസൂയക്കാരുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഗ്രോത്തിനെ തടയാനായിട്ട്
ചില മനുഷ്യരുണ്ടല്ലോ, ഒരാൾ ഉയരുന്നത് കാണുമ്പോഴോ ഒരാൾക്ക് സന്തോഷം കിട്ടുമ്പോഴോ അതിനൊന്നും ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഗോഡസിൻ്റെ അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇമോഷൻസ് എന്താണോ അതെല്ലാം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ഗ്രോത്ത് വരാൻ പോകുന്നു. നിങ്ങൾക്ക് അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആകെ ബാലൻസിലാണെന്നാണ് കാണുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈ ഒരു കാർഡിനകത്തുണ്ട്. നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങളുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടാൻ പോകുന്നു. നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. അത്രയ്ക്ക് ദൈവികമായ അനുഗ്രഹമുള്ള വ്യക്തികളാണ് ഈ ഒരു കാർഡ് കാണുന്നത്. നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ബേഡ്സിനെ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, കാക്ക അതിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹങ്ങൾ ശരിക്കുണ്ട്. അതുപോലെ തന്നെ സ്പിരിറ്റ് ഗൈഡ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി നല്ല വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അവരെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകളുണ്ടാകും. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ നമ്മൾ മുടങ്ങാതെ അവർക്ക് വേണ്ടി ചെയ്യുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല ഗ്രോത്ത് വരുമെന്നാണ് കാണുന്നത്. ആ ഒരു ലക്ഷ്യം, കാരണം നിങ്ങൾക്ക് എല്ലാം ത്തിനുള്ള സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ മാറി നിന്നിട്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു അസൂയ, കുശുമ്പ്, ഒരു ഗോസിപ്പുകൾ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ അസൂയുള്ള ആൾക്കാർ മുമ്പേയും കാണിച്ചു തരുന്നില്ല, അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അവർക്കാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കുശുമ്പുകളൊക്കെ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രോത്തിനെ തടയാനായിട്ട്, അത് നിങ്ങൾ അസൂയ അങ്ങനെയൊക്കെയുള്ള ഒരു രീതി ഇതിനകത്ത് കാണുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങളുടെ ഇമോഷൻസൊക്കെ നിങ്ങൾ ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പിടിയിൽ, ആ മൂന്നാമതൊരു വ്യക്തി നിങ്ങളെ അസൂയ, നിങ്ങളുടെ ഗ്രോത്തിനെ തടയാൻ പറ്റുന്ന ഒക്കെ ഉള്ള ഒരാൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരുടെ വഴിക്ക് ആ ഇതിൽ നിങ്ങൾ വിഷമിച്ച് ദുഃഖപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യവും നടക്കത്തില്ല, ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നാണ്. നിങ്ങൾക്ക് പല ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ പലതരത്തിലുള്ള നല്ല നല്ല ജോലികൾ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. വളരെയധികം അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും നോക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കൈത്താങ്ങായിട്ടൊരു ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ, നിങ്ങളുടെ സന്തോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ഇപ്പോഴും കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഗ്രോത്തിനെ തടയാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. ഒരാളെ സങ്കടപ്പെട്ട് ദുഃഖപ്പെട്ട് ഒക്കെ അവർക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെല്ലാം ആ ഒരു ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് അങ്ങനെയുള്ള ചില എനർജീനകത്ത് കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട. ഈശ്വരൻ്റെ ഒരു കൈ എല്ലാത്തിനകത്തും, എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനും നിങ്ങൾക്കിവിടെ ഒരു
ഗ്രോത്ത് ഉണ്ടെന്നാണ്. കാരണം മണിപരമായിട്ടായാലും എല്ലാ തരത്തിലുള്ള അനുഗ്രഹം, ഈശ്വരൻ്റെ അനുഗ്രഹം ശരിക്കുള്ള ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നാണ്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ കരിയറിലെ ഗ്രോത്ത്, നിങ്ങളുടെ ജോലി, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലികൾ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മണി, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലോണുകൾ, അങ്ങനെയുള്ള ഒത്തിരി ഗ്രോത്തുകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരെത്ര തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു ഉണ്ടെങ്കിൽ പോലും അതൊന്നും അവിടെ നിങ്ങളുടെ ആ ഒരു ദൈവികമായ ഒരു ഭക്തി, അതുപോലെ നിങ്ങളുടെ ആ സ്ട്രെങ്ത്നെസ്, ഒരു എന്തും വന്നു കഴിഞ്ഞാൽ നേരിടാനുള്ള ആ ചങ്കൂറ്റ, ആ ഒരു ലക്ഷ്യം, ഈ ഒരു ലക്ഷ്യം, ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതിനെ ഒന്നും, അവരുടെ ഒന്നും ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളിലേക്ക് ആ ഒരു ഈശ്വര ചൈതന്യത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഗ്രോത്ത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ കരിയറിൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹം, നിങ്ങൾ എന്താണോ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണോ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുമെന്നാണ് കാരണം. ഇതിനകത്ത് കൂടുതൽ ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്, പുതിയ തുടക്കങ്ങളാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പാത തുറന്നിട്ടുണ്ട്. ആ ഒരു പാതയിലേക്ക് കടക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരു അനുഗ്രഹം, ആ ഈശ്വരൻ്റെ ഒരു എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആ ഒരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളിലേക്ക് തന്നെ വരിക തന്നെ ചെയ്യും. അത് ആരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, ആരെന്തൊക്കെ വിചാരിച്ച് എന്തൊക്കെ ചെയ്താൽ, ആരെന്തിലെ അസൂയ, കുശുമ്പ്, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഇമോഷൻസ് അവർ കാണിച്ചാലും അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. ആ ഈശ്വരൻ്റെ ചൈതന്യം ഉള്ളിടത്തോളം കാലം, ആ ദൈവികമായ ചൈതന്യം ഉള്ള കാലം നമ്മൾ സത്യസന്ധതയും നല്ലതും പുലർത്തി മുന്നോട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈശ്വരൻ്റെ ഒരു കയ്യൊപ്പ് എപ്പോഴും നമ്മളുടെ കൊണ്ടായിരിക്കും. നമ്മൾ നന്മ ചെയ്യുക, നന്മ ഉള്ള കാര്യങ്ങൾ ചെയ്യുക, നന്മയുള്ളത് സംസാരിക്കുക, നമ്മൾ നല്ല ഹയർ എനർജിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസൂയ, കുശുമ്പ് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് വിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ഇമോഷൻസുകൾ നിങ്ങൾ കൊണ്ടുവരിക. അപ്പോഴത്തേനും നിങ്ങളിലേക്ക് ഒരുപാട് ഗ്രോത്തുകളുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് നമ്മുടേത് മാത്രമാണ്. മറ്റൊരാളില്ലെങ്കിൽ പോലും മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. നമ്മളെ ഉപദ്രവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഇത്. അപ്പോൾ അത് ഒഴിയുക, കഴിവതും അങ്ങനെ ഒഴിവാക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഈ കാർഡിനകത്ത് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഒത്തിരിയുണ്ട്, ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് എന്തും അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ നല്ല ദൈവികമായ ഒരു പാതയിലൂടെ പോവുക, സത്യസന്ധത പുലർത്തുക, നന്മകൾ ചെയ്യുക. നന്മ മാത്രം ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം നമുക്കൊരു ഗൈഡൻസ് കൂടെ നോക്കിയേക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഗൈഡൻസോടെ നമുക്കെടുത്തേക്കാം. നമുക്ക് ഈ ഒരു കാര്യമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള ഇമോഷൻസുകളാണ്. നമ്മുടെ കരിയറിൽ നമുക്ക് വിജയം ഉണ്ടാകാനുള്ള പല കാര്യങ്ങളും അതിനെല്ലാം ഫോക്കസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഏത് വഴിക്കൂടെ വന്നാലും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം സഞ്ചരിക്കുക, മറ്റുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ഗോൾ എന്താണോ അത് നമ്മൾ
സെറ്റ് ചെയ്യാൻ നോക്കുക, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക. ഇത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ഗ്രോത്തിന് മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മൾ ഇതെല്ലാം സർവൈവ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാം തികഞ്ഞൊരു നല്ല മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കുക, നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോവുക. നമ്മുടെ എന്താണോ ആ ഒരു ലക്ഷ്യം അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ഇതിനകത്ത് മൊത്തം അതൊക്കെ തന്നെയാണ്. ഇതെല്ലാം സർവൈവ് ചെയ്ത് പോവുക. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് നിങ്ങൾ പോവുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹം ഈശ്വരനിൽ നിന്നുണ്ട്. ആ ലക്ഷ്യത്തിലോട്ട് പോവുക. നിങ്ങളുടെ ഗോഡസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലേപ്പ് ഓഫ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ കുതിക്കുക എന്ന് പറയുന്നത്. അതിനകത്തോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സാധിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. വേറെ ഒന്നിനോട് ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ആ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ കുതിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീഡിങ്. റെസനേറ്റ് ആവുന്നവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴും നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഡെയിലി വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ചില വിഷയങ്ങൾ, കാര്യങ്ങൾ, ജോലിയുടെ കുറേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ കൊണ്ട് നമുക്ക് ടൈം കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഇന്നർ വർക്കുകളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള അതിനകത്തൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഡെയിലി നമുക്ക് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് വീഡിയോ ഇടാനുള്ള ടൈം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാത്തത്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇടാൻ. ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിനുള്ള ആ ഒരു ഗോഡസിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ നേരം കിട്ടുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഇടുമ്പോഴുള്ള ഒരു ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നവർ ലൈക്ക് ചെയ്യുക. അഥവാ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം താങ്ക് യു.